ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിൽ വിട്ടു. 4 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചത്. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, നേരത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എത്ര ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് നൽകിയത്? അതായത് അനുജ, റാന്നി കോടതിയിൽ SIT സംഘം 4 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നൽകിയത്. ആ 4 ദിവസവും കോടതി മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിൽ നിലവിൽ വിട്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കോടതി നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി മുരാരി ബാബുവുമായി അന്വേഷണ സംഘം പുറത്തേക്കിറങ്ങും. തിരുവനന്തപുരത്തേക്ക് തന്നെ ഇന്ന് തിരിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ സന്നിധാനത്ത് ഉൾപ്പെടെ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ടുപോയി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനുള്ള ഒരു ആലോചന SIT സംഘത്തിനുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും തൽക്കാലം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു ആലോചനയുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ 4 ദിവസത്തേക്ക് ഇത്തരത്തിലൊരു കസ്റ്റഡി അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. ആ കസ്റ്റഡി കോടതി അനുവദിക്കുകയും ചെയ്തു. എന്തായാലും കോടതിയിൽ നിന്ന് ഈ അന്വേഷണ സംഘം ഇറങ്ങിയതിനു ശേഷമായിരിക്കും അടുത്ത നീക്കങ്ങൾ എന്ത് എന്ന കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകുക. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് മുരാരി ബാബു എന്ന് പറയുന്നത്. ആ കാലത്ത് ദേവസ്വം ബോർഡിന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ പദവി വഹിച്ച ഉദ്യോഗസ്ഥൻ. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ രേഖകൾ ഉൾപ്പെടെ ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആയിരുന്നു. അങ്ങനെ ഈ കേസിൽ വലിയ നിർണായകമായ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു. 4 ദിവസത്തെ SIT കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടു നൽകിയിരിക്കുന്നു. അല്പസമയത്തിനകം കോടതിയിൽ നിന്ന് പുറത്തേക്ക് മുരാരി ബാബുവിനെ കൊണ്ടുവരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.